നമ്മുടെ സ്ത്രീകൾക്ക് ധൈര്യം കൂടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് എന്താണെങ്കിൽ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുക. ചെറുപ്പം മുതലാണെങ്കിൽ ചെറിയ കുട്ടി മുതൽ നമ്മൾ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ, അത് അച്ഛൻ ഉണ്ടെങ്കിൽ അമ്മ ഉണ്ടെങ്കിൽ ഏട്ടൻ ആരെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ എവിടേക്കെങ്കിലും ഒന്ന് പോകുന്നത്. ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ ഒരു കൂട്ടുകാരി വേണം. അതല്ല ഇനിയിപ്പോൾ മുതിർന്ന ഒരു മീറ്റിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ അപ്പം വേണം, ആരെങ്കിലും ഉണ്ടെങ്കിലേ മീറ്റിങ്ങിനുള്ളൂ. ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ, ഒരു ബാങ്കിൽ പോകണമെങ്കിൽ, അതല്ല ഒരു PSC എക്സാമിന് പോകണമെങ്കിൽ, ഒരു ഇന്റർവ്യൂവിന് പോകണമെങ്കിൽ പോകുമ്പോഴത്തെ അവർ തിരക്ക് കാണണം. ഓരോരുത്തർക്ക് 2-3 ആൾക്കാരാണ് എക്സ്പോർട്ട് വന്നിരിക്കുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് പോകാനുള്ള ധൈര്യക്കുറവ്. ഒരു പെണ്ണാണെന്ന് വിചാരിച്ച് എന്തിനാണ് ഇങ്ങനെ പേടിച്ചിട്ട് പോവാതിരിക്കുന്നത്? എത്ര ദൂരത്തേക്കാണെങ്കിലും നമുക്ക് ചോദിച്ച് പോവാം. മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞില്ലേ, ചോദിച്ച് പോവാന്ന്. ചോദിച്ചാൽ പറഞ്ഞു തരും. നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോഴാണ് നമ്മൾ ആളുകളോട് ഇടപഴകാൻ പഠിക്കുള്ളൂ. നമ്മൾ ഓരോ സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കുക. മറ്റതെല്ലാത്തിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാണ്. എവിടെ പോണെങ്കിലും നമുക്കൊരാളുടെ സഹായം വേണം. ഇങ്ങനെ എന്നും നമുക്കൊരാൾ സഹായത്തിനൊപ്പം ഉണ്ടാവുമോ? നമ്മൾ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ ഒരു ധൈര്യം വരും. നമുക്ക് അറിയാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക? ആദ്യം മുതലേ നമ്മൾ അന്വേഷിക്കില്ലേ, നമ്മൾ എവിടെ പോകണം, എവിടെ പോയി ഇറങ്ങി ആരോട് നമ്മൾക്ക് എപ്പോഴും പേടിയാണ്. എല്ലാ ആൾക്കാരെയും നമ്മൾ ഡൗട്ടിലാണ് നോക്കുന്നത്. ഈ ലോകത്ത് നല്ല ആൾക്കാരുണ്ട്, അതിലിടയിൽ എപ്പോഴെങ്കിലും ഓരോന്ന് ചീത്ത ആൾക്കാർ ചീത്ത സംഭവങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് എല്ലാവരും നമ്മൾ ആ ഒരു കണ്ണിലൂടെ കാണുകയാണ്. എല്ലാവരും മോശമാണ്, എല്ലാ ആണുങ്ങളും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുക എന്നുള്ള ഒരു ചിന്തയാണ് പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാനുള്ള പേടി. എവിടെ പോകുമ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് സ്ത്രീകളെക്കാട്ടി കൂടുതൽ സപ്പോർട്ട് തരിക പുരുഷന്മാരാണ്. എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ എവിടെ പോകുമ്പോഴും, ഞാനൊരു PSC എക്സാമിന് എവിടെ പോവുകയാണെങ്കിലും, ഹോസ്പിറ്റലായാലും മീറ്റിങ്ങിനായാലും എവിടേക്കും ഞാൻ ഒറ്റയ്ക്ക് പോകാൻ ധൈര്യം കാണിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് ലോങ് ആയിട്ട് യാത്ര ചെയ്യേണ്ട ആളാണ്. കാരണം എൻ്റെ വീടും ഹസ്ബൻഡിൻ്റെ വീടും കുറച്ച് ആ ഒരു ഗ്യാപ്പുള്ള കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എല്ലാ യാത്രകളും ചെയ്യും. അത് ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ അച്ഛനും എൻ്റെ കൂടെ ഒന്നിനും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ കൂടെ വരാത്തതുകൊണ്ട് എന്നെ അന്നും ഒറ്റയ്ക്കാണ് വിട്ടുകൊണ്ടിരുന്നത്. അപ്പം അന്ന് മുതലേ എനിക്ക് ധൈര്യമാണ്, ഞാൻ ഒറ്റയ്ക്കാണ് പോയിരുന്നത്. എനിക്ക് അതിന്നൊരു ഉപകാരമായി. കാരണം ഇന്ന് എനിക്ക് എവിടെ വേണമെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരും. അതിപ്പോൾ ഒരു ദിവസം നിൽക്കേണ്ടി വന്നാലും ഞാൻ ഒറ്റയ്ക്ക് അതിനെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്ക് വന്നിട്ട് എനിക്ക് പേടിയില്ല. നമ്മൾ പേടി എന്ന് പറയുന്ന സംഭവത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മൾ പോകും. ധൈര്യം നമുക്ക് തന്നെ വരും. ഇതിൽ ഇന്ന് സ്ത്രീകൾ, സക്സസ് ആയ സ്ത്രീകൾ നോക്കി നോക്കുക, അവരൊക്കെ ഒറ്റയ്ക്ക് നേരിട്ടിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. അവരെ കൂടെ ആരും ഉണ്ടായിട്ടുണ്ടല്ലോ. PT ഉഷയൊക്കെ ഓട്ട മത്സരത്തിന് ഓടിപ്പോയിട്ടുള്ളത്. PT ഉഷയുടെ കൂടെ വേറെ ആരും അവളുടെ കമ്പനിക്കൊന്നല്ല, അവരെ കൂടെ മത്സരിക്കാൻ ആളുണ്ടെങ്കിലും കൂടി നീ കൂടെ ഉണ്ടെങ്കിലേ ഞാൻ ഒളിമ്പിക്സിൽ മത്സരിക്കാൻ പോകുമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ അവരൊന്നും പോയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഓരോ സക്സസ് ആയ വനിതകളും പോയിട്ടുള്ളത്. അവർ ഒറ്റയ്ക്ക് നേടിയിട്ടുള്ളതാണ്, പോരാടിയിട്ടുള്ളവരാണ്, ഒറ്റയ്ക്ക് പോരാടിയിട്ടുള്ളവർ. നമ്മൾ അങ്ങനെ പോരാടാൻ ശ്രമിക്കണം. നമ്മളൊക്കെ എന്നുള്ള ശക്തിയുണ്ട്, ധൈര്യമുണ്ട്. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ശക്തിയുള്ളവര്. അവർക്ക് സഹിക്കാനും ക്ഷമിക്കാനും നേരിടാനും ഉള്ള അത്രയും ശക്തി ബാക്കിയുള്ളവർക്ക് ഇല്ല. പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. എപ്പോഴും അങ്ങനെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തോട്ടുണ്ട് അവരെ ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൂടെ വായോ, ഞാൻ ഒറ്റയ്ക്ക് പോവില്ല, എനിക്ക് പേടിയാണ്. നമ്മളെ പേടി മാറ്റി നമ്മൾ ഒറ്റയ്ക്ക് നേരിടാനുള്ള ചങ്കൂറ്റത്തോടെ ഇറങ്ങിത്തിരിക്കാനുള്ള കഴിവ് പുറത്തെടുക്കുമോ? നിങ്ങൾക്ക് ആ കഴിവുണ്ട് അതിന്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? ഇന്നത്തെ ലോകം അത്രയോ മാറി. ഇന്നത്തെ യങ്സ്റ്റേഴ്സിനെ നോക്കി എന്ത് കൂളായിട്ട് അവർ പുറത്തിറങ്ങി നടക്കുന്നത്. ഞങ്ങളെപ്പോലുള്ള ഈ 40-35 കഴിഞ്ഞ സ്ത്രീകൾക്കാണ് എല്ലാത്തിനും ഒരാൾ വേണ്ടത്. ബാക്കിയുള്ളവരൊക്കെ വളരെ കൂളായിട്ട് അവരെ കാര്യങ്ങൾ, കുഞ്ഞു മക്കള് 10-15-20 വയസ്സായ കുട്ടികൾ എവിടെയൊക്കെ പോകുന്നത്. നമ്മൾക്കൊന്ന് ട്രെയിനിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ കുട്ടികൾ ഒറ്റയ്ക്കാണ്, രാത്രിയായാലും പകലായാലും. അവർക്ക് യാതൊരു പേടിയില്ല. അവരൊന്നും ലോകത്തെ പഠിച്ചു കഴിഞ്ഞു. നമ്മൾക്കാണ് ഇപ്പോഴും പേടി. നമ്മൾ കൂടുതൽ പേടിക്കുന്നതോറാണ് നമുക്ക് കൂടുതൽ പേടിയുള്ള കാര്യങ്ങൾ വരും. നമ്മൾ ധൈര്യത്തിൽ പുറപ്പെടുത്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ആ ഒരു ഇതിൽ തന്നെ വരിക. നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നോ ആ രീതിയിലാണ് അത് വരിക. നമ്മളെപ്പോഴും നല്ലതിലേക്ക് മാത്രം നോക്കുക, നല്ലത് മാത്രമേ വരുള്ളൂ. അതിനുള്ള ധൈര്യം കൂടെ കാണിച്ചാൽ മതി. ഓക്കെ.